ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തേരോട്ടമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂൺ 4-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ടീമിനും ആശ്വസിക്കാനും പ്രതീക്ഷിക്കാനും ഒരുപാടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എക്സിറ്റ് പോൾ ഫലസൂചനകൾ പുറത്തുവന്നു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. ദക്ഷിണേന്ത്യ ബി.ജെ.പി പിടിക്കും, കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. കേരളത്തിൽ നിന്നും ബി.ജെ.പിയെ പറപ്പിക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയനും എം.വി. ഗോവിന്ദനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള എക്സിറ്റ് പോളുകൾ. ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ആ വഴിക്കുള്ള ഫലസൂചനകളുമായി രംഗത്ത് വരുമ്പോൾ ഇപ്പോഴത്തെ ബി.ജെ.പി എൽ.ഡി.എഫിനെ വട്ടപൂജ്യമാക്കും, CPM-നെ പൂജ്യമാക്കും, എന്നിട്ട് ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ പഴയൊരു ചരിത്രം കൂടി ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ. വാരണാസി CPM-ന്റെ കനൽ ആളിക്കത്തിയ മണ്ണിൽ CPM-നെ പറപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വിജയഗാഥ. വടക്കൻ കേരളമെന്ന് അറിയപ്പെട്ടിരുന്ന CPM-ന്റെ വാരണാസി നരേന്ദ്രമോദിയുടെ കൈക്കുള്ളിലെത്തിയ കഥകളടക്കം വലിയ ചർച്ചയാവുകയാണ്. ഇതിനിടയിലാണ് അരുണാചൽ പ്രദേശിലും സിക്കിമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ അരുണാചലിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ച ബി.ജെ.പി അവിടെയും തൂത്തുവാരുകയാണ്. മോദിപ്പട തൂത്തുവാരുകയാണ്. എക്സിറ്റ് പോൾ ഫലസൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും എൻ.ഡി.എക്കും വലിയ ആത്മവിശ്വാസം നൽകിക്കഴിഞ്ഞു. ഇതിനിടയിൽ അരുണാചൽ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. അവിടെയും ബി.ജെ.പി തരംഗം തന്നെ. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ 60 അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32 അംഗ സിക്കിം നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പിക്ക്. രണ്ടിടത്തും ഏപ്രിൽ 19-നായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ പുരോഗമിക്കവേ അരുണാചലിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു എന്ന വാർത്തകൾ വ്യക്തമായ പ്രാധാന്യം ബി.ജെ.പിക്ക് നൽകുകയാണ്. അരുണാചൽ പ്രദേശിൽ അധികാരത്തിലുള്ള ബി.ജെ.പി തുടർഭരണം തന്നെയാണ് ലക്ഷ്യമിട്ടത്. 10 സീറ്റുകളിൽ ഇതിനോടകം എതിരില്ലാതെ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പേമ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൌന മേൻ എന്നിവരടക്കമുള്ളവരാണ് എതിരില്ലാതെ വിജയിച്ചത്. 2019-ൽ അരുണാചലിൽ ബി.ജെ.പി 41 സീറ്റുമായാണ് അധികാരത്തിലെത്തിയത്. കോൺഗ്രസ് 4-ഉം JDU 7-ഉം NPP 5 സീറ്റുകളിലാണ് വിജയിച്ചത്. സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് പ്രധാന മത്സരം. ബി.ജെ.പിയും കോൺഗ്രസും സംസ്ഥാനത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്, മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗ്, മുൻ ഫുട്ബോൾ താരം ബൈച്ചിങ് ബൂട്ടിയ തുടങ്ങിയവരാണ് സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. 2019-ലെ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുമായി SKM അധികാരം പിടിക്കുകയായിരുന്നു. SDF-ന് 15 സീറ്റാണ് നേടാനായത്. ഏതായാലും അരുണാചലിലും നരേന്ദ്രമോദി തരംഗം എന്നുള്ള വ്യക്തമായ ഫലസൂചനകൾ വന്നു കഴിഞ്ഞു. ഇതിനിടെ മറ്റ് ചില ചർച്ചകളും സജീവമായിരിക്കുകയാണ്. വാരണാസിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും CPM-ഉം ഒക്കെ ഒത്തുപിടിച്ചാലും മോദി വീടില്ലെന്നും യോഗിയെ മുഖ്യമന്ത്രിയാക്കിയ വാരണാസി ഗുജറാത്ത് വിട്ട മോദി CPM കനലുകെട്ട മണ്ണ് എന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ജയപ്രതീക്ഷയിൽ നേരിയ സംശയമുണ്ടെങ്കിൽ ഉന്നത നേതാക്കൾ രണ്ടാമതൊരു സുരക്ഷിത മണ്ഡലം തേടും. എന്നാൽ 2014-ലെ തെരഞ്ഞെടുപ്പിൽ വഡോദര എന്ന സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് മോദി വാരണാസിയിലേക്ക് കൂടുമാറിയതിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. വടക്കിന്റെ കേരളം എന്നാണ് ഈ പുണ്യനഗരം ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതിനൊരു കാരണവുമുണ്ട്. CPM ആദ്യ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടിയ വാരണാസിയിൽ ആ കനൽ പിന്നീട് അണഞ്ഞുപോയി. തീക്കനലുകൾ അണയാത്ത മണ്ണാണ് വാരണാസി. ആഗ്രഹങ്ങളൊഴിഞ്ഞ് മോക്ഷം തേടി ജനലക്ഷങ്ങൾ എത്താൻ കൊതിക്കുന്ന കാശി. പക്ഷേ രാഷ്ട്രീയ ആഗ്രഹങ്ങൾക്ക് വാരണാസിയിൽ തീർപ്പില്ല. 2014-ൽ സിറ്റിംഗ് MP-യായ ബി.ജെ.പിയുടെ സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിയുടെ അനിഷ്ടത്തിന് മുന്നിൽ മനസ്സലിവില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച രണ്ടാമത്തെ മണ്ഡലം. അതേസമയം വാരണാസിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അണഞ്ഞുപോയൊരു കനലുണ്ട്. പിറന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM ഒറ്റയ്ക്ക് വിജയിച്ച് വിപ്ലവ കൊടി പാറിച്ച മണ്ഡലങ്ങളിലൊന്ന് വാരണാസിയായിരുന്നു. ഒരുപക്ഷെ ഇന്നിത് പറഞ്ഞാൽ വിശ്വസിക്കാൻ എല്ലാവർക്കും പ്രയാസമാകും. എങ്കിലും വടക്കൻ കേരളം എന്ന പേര് പോലും CPM-ലൂടെ വാരണാസി സ്വന്തമാക്കിയ നാളുകളുണ്ടായിരുന്നു. 2024-ൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിലെ വാരണാസിക്ക് മാത്രമായി ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് വാരണാസി. ബി.ജെ.പി ഒഴികെ മറ്റൊരു പാർട്ടിക്കോ മുന്നണിക്കോ ആരാണ് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വാരണാസിയിൽ 3-ാം തവണ മത്സരിക്കാനുള്ള നരേന്ദ്രമോദിയുടെ പത്രിക സ്വീകരിക്കപ്പെട്ടപ്പോൾ കൂടെ മത്സരിക്കാൻ 6 പേർ മാത്രമാണുള്ളത്. ഇവിടെ മത്സരിക്കാൻ പത്രിക നൽകിയ 40 പേരിൽ 33 പേരുടെയും പത്രികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി.